ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയണത്. പക്ഷേ വീഡിയോ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഓൺ വോയിസ് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ അപ്പാപ്പൻ്റെ അമ്മമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഞാൻ ഇതിനു മുമ്പ് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ന് ഒരു കൊച്ച് ആനിവേഴ്സറി സെലിബ്രേറ്റിംഗ് ആണ് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മേടിക്കാനായിട്ട് പോവുകയാണ്. രാത്രിയാണ് കേട്ടോ നമ്മൾ ആഘോഷിച്ച്. നമുക്ക് അപ്പാപ്പൻ ജോലി സ്ഥലത്ത് നിന്ന് വന്നിട്ടൊക്കെയാണ് ആഘോഷിച്ചത്. അപ്പോൾ ഞാനും ചേട്ടനും കൂടി കേക്ക് മേടിക്കാൻ പോവുകയാണ്. പിന്നെ ഉണ്ണികൾക്ക് കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. ഞങ്ങളൊരു വീട്ടിലാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി കേക്കൊക്കെ മേടിച്ചു. റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ബാക്കി കേക്കൊക്കെ മുമ്പേ പറഞ്ഞു വെക്കണമായിരുന്നു എന്ന് പറഞ്ഞു അവർ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് റെഡ് വെൽവെറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വന്നു. ഇത്തവണ അധികം വലിയ ആഘോഷമൊന്നുമില്ല. കാരണം അങ്കിളൊന്നും ഇവിടെ ഇല്ല. ഞാനും അമ്മയും ആൻറ്റിയും പിള്ളേരും അപ്പാപ്പനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ വന്നു. കാണാനൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കേക്കിന് കുറ്റം പറയല്ല, സാധാരണ അവരുണ്ടാക്കണേക്കാളും എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേക്കിന്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ അൺബോക്സ് ചെയ്തു. പിന്നെ എല്ലാ വീട്ടിലും കാണുന്ന പോലെ നാലാളും ഫോൺ കുത്തി പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഞാനും എണ്ണയും കൂടി കേക്കൊക്കെ ഒന്ന് മിഠായിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ കേട്ടോ. കാര്യമായിട്ട് മിഠായിയൊന്നുമില്ല. മിഠായി വയ്ക്കുമ്പോഴേക്കും എല്ലാവരും എടുത്തെടുത്ത് പോയി. മിഠായിയൊന്നും കിട്ടിയില്ല. പിന്നെ അപ്പാപ്പനെ അമ്മനെ വിളിച്ചിരുത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഒരേപോലത്തെ സെയിം കളറ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ രണ്ടാളിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ആൻറ്റി. അപ്പോൾ ആൻറ്റിയും റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ഞാൻ ഫുഡൊക്കെ വെച്ചേ. അപ്പോൾ ആൻറ്റിയും അമ്മയൊക്കെ ഫുഡ് ഉണ്ടാക്കണ തിരക്കിലായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നു. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യണേ. ഞാൻ കനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ, എന്നുള്ളിൽ തുടിച്ചതും ഇവനെ കാണാനല്ലോ. ഒരു മഞ്ഞില പോലെ വരകലുമ്പോൾ മോഹം, മൃദുമൗനം പോലും സംഗീതം. പിന്നെ ഫോട്ടോസ് എടുക്കലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മെയിൻ പരിപാടി. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് പേരക്കുട്ടികളാണ് കേട്ടോ. ഞങ്ങൾ 4 ആൾ. അപ്പാപ്പൻ്റെ അമ്മയ്ക്ക് 2 മക്കളാണ്. ഒന്ന് എൻ്റെ അമ്മയും പിന്നെ അമ്മയുടെ അനിയനും. അനിയൻ്റെ പിള്ളേരാണ് കേട്ടോ ഇവർ, എൻ്റെ അങ്കിള്. അപ്പോൾ അങ്കിൾ ഇവിടെ ഇല്ല, അങ്കിൾ നാട്ടിലില്ല. അങ്കിളിന് ലീവ് കിട്ടാത്തതുകൊണ്ട് ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്കിൾ സ്വർണ്ണക്കടയിലാണ് കേട്ടോ, മാനേജറാണ്. ഇവിടെ ഇല്ല, കണ്ണൂരാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതാണ് ആൻറ്റി, അമ്മയും. അപ്പോൾ പിന്നെ ഫുള്ള് ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ ക്രിക്കറ്റ് കളി നടക്കണം കേട്ടോ. അത് കാണാണ്ട് ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. കണ്ണ് ഫുള്ള് ടി വിയിലാണ് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലും. അങ്ങനെ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ എല്ലാവർക്കും വിശന്ന് തുടങ്ങി കേട്ടോ. വിശപ്പാണല്ലോ മുഖ്യം, ഫുഡ് മുഖ്യം. പിന്നെ അങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങളുടെ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കി. ഇത് അതിൻ്റെ ഒരു അംഗമെട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണി ആയിരുന്നു, അതും ആൻറ്റിയുടെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു. ആൻറ്റിയാണ് ബിരിയാണി ഉണ്ടാക്കിയത്. ആൻറ്റി അമ്മയും കൂട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയും ചിക്കനും പിന്നെ സർലാസ്, പൈനാപ്പിൾ അച്ചാർ, ഇഞ്ചിമ്പുളി അങ്ങനത്തെയൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഇത്തവണ വീട്ടിലാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ എപ്പോഴും ഓർഡർ ചെയ്യാണ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ എല്ലാവരും കൂടെ വീട്ടിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി. പിന്നെ ഫുഡ് സെറ്റ് ചെയ്യാനുള്ള കലാപരിപാടികളാണ് കേട്ടോ എല്ലാവരും. അമ്മതേ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുത്തയുടെ അച്ചാറൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോ ഫുഡൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്. ഞാനാണെങ്കിൽ ഇവിടെ വീഡിയോ എടുത്ത് നടക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കും. ഇത് എന്താ അമ്മ പാപ്പനെ മുന്നിട്ട് പറയുന്നത് കേട്ടോ. പക്ഷേ വോയിസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തു. പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഞാൻ കഴിക്കില്ല, എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് എടുത്തു എന്നുള്ളൂ. അങ്ങനെ എല്ലാവർക്കും അപ്പാപ്പൻ ഇലയൊക്കെ വെച്ച് തുടങ്ങി. ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുന്നത്. ഏതേ അവനൊന്നും അറിയാത്ത പോലെ ഇരുന്ന് കഴിക്കുകയാണ്. ഫുഡ് മുഖ്യം, ഫസ്റ്റ് ഫുഡ് കിട്ടണം, എന്നിട്ടൊക്കെ ഫോണിക്കൊക്കെ നോക്കുള്ളൂ. ഇപ്പോൾ 43 വർഷത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഭർത്താവിൻ്റെ പീഡനോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ചീത്ത പറയലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ സന്തോഷമുള്ള ഒരു ജീവിതമായിരുന്നു. പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ രോഗത്തിൻ്റെ അവസ്ഥകളൊക്കെ വന്നപ്പോൾ സാമ്പത്തിക ഒരു പ്രശ്നമാണല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും സന്തോഷം സമാധാനം ഉണ്ടായിരുന്ന ഒരു കുടുംബജീവിതമായിരുന്നു. അത് ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മക്കളൊക്കെ വലുതായി, മക്കളുടെ കല്യാണം കഴിഞ്ഞു, പേരക്കുട്ടികളായി. അവരും നല്ല സ്വഭാവമാണ്.
അതുകൊണ്ട് ഇന്ന് വരെ സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം അനുവദിച്ചതിലാണ് സന്തോഷം. ഇത് അമ്മമ്മ അപ്പാപ്പനെ പറ്റി പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കെന്തോ കട്ട് ചെയ്യാൻ തോന്നിയില്ല, അപ്പം ഞങ്ങളവിടെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പാപ്പൻ്റെ അമ്മാമ്മയ്ക്ക് ഈ ചോറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അവരുടെ സ്നേഹമാണ് കേട്ടോ, ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ബൂട്ടിയാണ് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഫുഡൊക്കെ സെറ്റായി. പിന്നെ എൻ്റെ ഉണ്ണി എനിക്ക് വാരിത്തരാൻ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കഴിക്കുമ്പോൾ പറഞ്ഞു അവൾക്കും വാരി കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ അവൾക്കും വാരി കൊടുത്തു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഫുഡൊക്കെ വരുത്തന്നും കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാറ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഫ്രിഡ്ജിൽ കയറി ഓടിയത്, കാരണം നമ്മുടെ ഐസ്ക്രീം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ വരുമ്പോൾ ബോൾ ഐസ്ക്രീം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞങ്ങളായിട്ട് മുമ്പേ കുറേ പേര് ഇവിടെ ഐസ്ക്രീമൊക്കെ എടുത്ത് വന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഉണ്ണിക്ക് മൈലാഞ്ചിക്ക് ഇട്ട് കൊടുത്തു. ഇതാണ് കേട്ടോ അങ്കി. ഫോട്ടോയിൽ അങ്ങനെ ക്ലിയർ ആവണില്ല. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ.